ഗിയർ ബ്ലാങ്കുകൾക്കായി മാൻഡറിലെ കേന്ദ്രങ്ങൾക്കിടയിൽ ടേണിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യുവാനാകും. ഒരു മാൻഡ്രിലിൽ വോക്ക് മൗണ്ട് ചെയ്യുക. ഒരു മാൻഡ്രിലിൽ ഹോൾഡ് ചെയ്ത വോക്ക് മെഷീൻ ചെയ്യുക. കട്ട് ടീത്തുകളുള്ള കറങ്ങുന്ന വൃത്താകൃതിയിലുള്ള യന്ത്രഭാഗമാണ് ഗിയർ. മെഷീനിങ്ങിനിടയിൽ ഒരു വോക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുവാനായി ഒരു ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ടേപ്പറിനെയോ സിലിണ്ടർ ആക്സിലിനെയോ ആർബറിനെയോ ആക്സിൽ എന്ന് പറയുന്നു. ഒരു ഗിയർ മെഷീൻ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന വർക്ക് പീസിനെ ഗിയർ ബ്ലാങ്ക് എന്ന് വിളിക്കുന്നു. ഈ പ്രവർത്തനം പൂർത്തിയാക്കുവാൻ ആവശ്യമായ ടൂളുകൾ ഇവയാണ്: സ്റ്റീൽ റൂൾ, ഔട്ട്സൈഡ് കാലിപ്പർ, വ്യത്യസ്ത സൈസിലുള്ള ഡ്രിൽ ബിറ്റ്, ബോറിംഗ് ബാർ, റീമർ, വെർണിയർ കാലിപ്പർ, ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ, മാൻഡ്രിലും മാൻഡ്രിൽ ബ്ലോക്കും, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ, ലെഡ് ഹാമർ, ലൂബ്രിക്കേറ്റിംഗ് ഓയിലും കേനും. ഒരു ഗിയർ ബ്ലാങ്ക് നിർമ്മിക്കുന്നതിനുള്ള ജോബ് തയ്യാറാക്കുന്നതിനുള്ള സ്വീക്വൻസ് നമുക്കിപ്പോൾ പഠിക്കാം. റോ മെറ്റീരിയലുകളുടെ വലിപ്പം പരിശോധിക്കുക. 3 ജോ ചക്കിൽ ജോബ് ഹോൾഡ് ചെയ്ത് അതിന്റെ ട്രൂനെസ് പരിശോധിക്കുക. ടൂൾ പോസ്റ്റിൽ ഫേസിംഗ് ടൂൾ മൗണ്ട് ചെയ്യുക. ജോലിയുടെ ഒരറ്റം ഫേസ് ചെയ്യുക. ടെയിൽ സ്റ്റോക്കിൽ ഡ്രിൽ ചക്ക് ശരിയാക്കുക. ഒരു സെന്റർ ഡ്രിൽ ഉപയോഗിച്ച് വർക്ക് പീസിൽ ഒരു ദ്വാരം ഉണ്ടാക്കുക. 6 mm, 9 mm, 12 mm, 15 mm ഡ്രിൽ ബിറ്റുകൾ ഉപയോഗിച്ച് ദ്വാരത്തിന്റെ വ്യാസം 15 mm വരെ വലുതാക്കുക. ടൂൾ പോസ്റ്റിലെ ബോറിംഗ് ബാർ ശരിയാക്കുക. 26.98 മില്ലിമീറ്റർ ദ്വാരം ലഭിക്കുന്നതിന് ബോറിംഗ് ഓപ്പറേഷൻ പ്രയോഗിക്കുക. H7 ടോളറൻസ് റേഞ്ച് ഉപയോഗിച്ച് ദ്വാരം 27 മില്ലിമീറ്ററിലേക്ക് മാറ്റുക. mm വ്യാസമുള്ള ദ്വാരത്തിനുള്ള H7 ടോളറൻസ് പരിധി 27.000 മില്ലിമീറ്റർ മുതൽ 27.025 മില്ലിമീറ്റർ വരെയാണ്. ചാഫറിംഗ് വഴി ദ്വാരത്തിന്റെ അരികിൽ നിന്ന് ബർസുകൾ നീക്കം ചെയ്യുക. ഉള്ളിലെ മൈക്രോമീറ്റർ ഉപയോഗിച്ച് ബോറിന്റെ വലിപ്പം അളക്കുക. വർക്ക് പീസ് കനം ഫേസ് ചെയ്യുന്നതിന് അറ്റത്ത് നിന്ന് 20 മില്ലിമീറ്റർ അടയാളപ്പെടുത്തുക. ഡോട്ട് പഞ്ച്, ബോൾ പീൻ ചുറ്റിക എന്നിവ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ ലൈനിൽ പഞ്ച് ചെയ്യുക. ചക്കിൽ വർക്ക് പീസ് റിവേഴ്സ് ചെയ്ത് ശരിയാക്കുക. വർക്ക് പീസിന്റെ കനം 20 മില്ലിമീറ്ററിലേക്ക് കൊണ്ടുവരുവാൻ ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. വർക്ക് പീസിന്റെ ഹോളിലേക്ക് മാൻഡ്രിൽ നയിക്കുന്നതിനുള്ള ക്രമം നമുക്ക് പഠിക്കാം. വർക്ക് പീസിന്റെ ഹോളിന് അനുയോജ്യമായ മാൻഡ്രിലിന്റെ ശരിയായ വലുപ്പം തിരഞ്ഞെടുക്കുക. മാൻഡ്രിലിന്റെ വ്യാസത്തിൽ ഓയിലിന്റെയോ മൃദുവായ ഗ്രീസിന്റെയോ ഒരു ലൈറ്റ് ഫിലിം വൃത്തിയായി പുരട്ടുക. വർക്ക് പീസിന് പുറത്തോ അകത്തോ മാൻഡ്രിൽ അമർത്തുമ്പോൾ സ്റ്റക്കാകുന്നത് തടയുവാൻ വർക്ക് പീസിലെ ഹോൾ വൃത്തിയായി ലൂബ്രിക്കേറ്റ് ചെയ്യുക. മാൻഡ്രിലിന്റെ ശരിയായ അറ്റം കൈകൊണ്ട് ഹോളിലേക്ക് ചതുരാകൃതിയിൽ ഇടുക. ഒരു ലെഡ് ഹാമറും മാൻഡിൽ ബ്ലോക്കും ഉപയോഗിച്ച്
നേരിയ ഹാമറിങ്ങിലൂടെ മാൻഡ്രിലിനെ ഹോൾ വർക്ക് പീസിലേക്ക് ഘടിപ്പിക്കുവാൻ കഴിയും. ഒരു അർബൻ പ്രസ് ഉപയോഗിച്ചും മാൻഡ്രിൽ വർക്ക് പീസിലേക്ക് ഘടിപ്പിക്കുവാൻ കഴിയും. വർക്ക് പീസ് അർബർ പ്രസ് ടേബിളിൽ വയ്ക്കുക. ഹോളിന്റെ ചാംഫർ ചെയ്ത എൻഡ് താഴേക്ക് ഫേസ് ചെയ്ത് വയ്ക്കുക. വർക്ക് പീസിലേക്ക് മാൻഡ്രിൽ ദൃഢമായി അമർത്തുക. മാൻഡ്രിൽ ശക്തമായി വർക്ക് പീസിൽ തള്ളിക്കയറ്റിയാൽ അത് വർക്ക് പീസിന്റെ ബോറിനെ വികലമാക്കുകയോ കേടുവരുത്തുകയോ ചെയ്തേക്കാം. വർക്ക് പീസ് ഒരു സോളിഡ് പ്ലെയിൻ മാൻഡ്രിലിൽ അമർത്തി പിന്നീട് പൊസിഷനിലേക്ക് എത്തിക്കുന്നത് ഫ്രിക്ഷനിലൂടെയാണ്. മാൻഡ്രിലിന്റെ വലിയ വ്യാസമുള്ള അറ്റത്തേക്ക് എല്ലാ കട്ടുകളും കൊടുക്കുമ്പോഴും ഹെവി കട്ടുകൾ ഒഴിവാക്കുക. ഒരു മാൻഡ്രിലിൽ കേന്ദ്രങ്ങൾക്കിടയിൽ ഗിയർ ബ്ലാങ്ക് ടേൺ ചെയ്യുവാൻ നമുക്കിപ്പോൾ പഠിക്കാം. സെന്ററുകൾക്കിടയിലുള്ള ലെയ്ത്തിൽ വർക്ക് പീസിൽ ഘടിപ്പിച്ച മാൻഡ്രിൽ ഹോൾഡ് ചെയ്യുക. ടൂൾ പോസ്റ്റിൽ ടേണിംഗ് ടൂൾ മൗണ്ട് ചെയ്യുക. വർക്ക് പീസിന്റെ വ്യാസം 92 മില്ലിമീറ്ററായി കുറയ്ക്കുന്നതിന് പ്ലെയിൻ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. $75 മുതൽ 100 മില്ലിമീറ്റർ പരിധിയുള്ള ഒരു ഔട്ട് സൈസ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് മെഷീൻ ചെയ്ത ഗിയർ ബ്ലാങ്കിന്റെ ഡയമീറ്റർ പരിശോധിക്കുക. ഒരു മാൻഡറിൽ ജോബ് മൗണ്ട് ചെയ്യുക. ഒരു മാൻഡറിൽ ഹോൾഡ് ചെയ്ത ജോബ് മെഷീൻ ചെയ്യുക എന്നിവ നമ്മൾ പഠിച്ചു. ഗിയർ ബ്ലാങ്കുകൾക്കായി മാൻഡ്രിലിലെ കേന്ദ്രങ്ങൾക്കിടയിൽ പരിശീലിക്കുന്നത് മാറ്റുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. എല്ലാ ആശയങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.